ചെയ്യുന്നവരെ പുറത്താക്കുക. നിലപാട് വ്യക്തമാക്കുന്നവർക്ക് നീണ്ട പോരാട്ടത്തിലേക്ക് കടക്കേണ്ടി വരിക. മലയാള സിനിമയിലെ അനീതികൾക്കെതിരെ, ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഓരോ സ്ത്രീയുടെയും കഥ ഇതുതന്നെയാണോ? ഇത്തവണ Q18-ൽ ചേരുന്നു നിർമ്മാതാവ് സാന്ദ്ര തോമസ്. സ്വാഗതം. താങ്ക് യു. സാന്ദ്ര, ഒരു 3 ആഴ്ച മുൻപാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ ശക്തമായ നിലപാട് പ്രകടമാക്കിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്നത്. തുറന്നു പറയുക, തുറന്നു പറയുന്ന ഒരാളെ പുറത്താക്കുക, അതിനെതിരെ വീണ്ടും പ്രതികരിച്ചുകൊണ്ടേയിരിക്കുക, നിയമ പോരാട്ടത്തിലേക്ക് കടക്കുക. ഫൈറ്റ് തുടർന്നു കൊണ്ടുപോവുകയാണോ സാന്ദ്ര ഇപ്പോഴും? തീർച്ചയായിട്ടും അതെ. ഞാൻ ഈ ഫൈറ്റ് തുടങ്ങിയിട്ട് ഇപ്പൊ 3 ആഴ്ചയല്ല, അതിലൊക്കെ എത്രയോ മുമ്പ് തുടങ്ങിയതാണ്. കാര്യം എനിക്കെതിരെ ഒരു നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നടന്നപ്പോൾ തന്നെ ഞാൻ അതിലേക്ക് പ്രതികരിക്കുകയും അത് ശരിയല്ല എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷവും അവര് എന്താ പറയാ, ഇതിവിടെ സാധാരണമായി നടക്കുന്ന ഒരു കാര്യമാണ്, ഇത് അത്ര മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ള രീതിയിൽ വളരെ ലാഘവത്തോടു കൂടി എടുക്കുന്നത് കാണുകയും ഇത് മറ്റു സ്ത്രീകൾക്കും ബുദ്ധിമുട്ടായി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പുറത്തേക്ക് വന്ന് റിയാക്ട് ചെയ്യുന്നത്. അതുവരേക്കും ഞാൻ എനിക്കൊരിക്കലും നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യം പുറത്തേക്ക് വന്ന് ആളുകളെ എല്ലാം അറിയിച്ച് അതൊരു പ്രശ്നമാക്കി ബഹളമാക്കാനായിട്ട് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. അത് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമല്ല. അകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാനാണ് ഞാൻ മാക്സിമം ശ്രമിച്ചത്. പക്ഷെ അത് എനിക്ക് അവിടെ ഒരു നീതി ലഭിക്കുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ നമ്മുടെ നിയമമാർഗം സ്വീകരിക്കേണ്ടി വന്നത് എനിക്ക്. അത് ഒരു തരത്തിലും ഇതൊരു എന്താ പറയാ, ഒരു നോർത്ത് കൊറിയയിലൊക്കെ ഉള്ള ഒരു രീതിയാണ് ഇവിടുത്തെ ഒരു കാര്യം. വർഷങ്ങളായിട്ട് ഇവരുടെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത്. ഈ അധികാരത്തെ ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവരെ നിലയ്ക്ക് നിർത്തി ഈ ഒരു ചൂരലുവടി എടുത്ത് നിൽക്കുന്നത് പോലെയാണ് ഇവര്. സാന്ദ്ര പൊരുതുന്നതൊരു വളരെ ശക്തമായിട്ടുള്ള ഒരു നെക്സസിനെതിരെയാണ്. അതത്ര എളുപ്പമുള്ള കാര്യമാണോ? തീർച്ചയായിട്ടും അതെ. കാര്യം ബാക്കിയുള്ള കംപ്ലയിന്റ്സും അല്ലെങ്കിൽ ഇതുവരെ വന്നേക്കുന്ന ഇതെല്ലാം എടുത്തു നോക്കിയാൽ വ്യക്തികൾക്കെതിരെയാണ്. അപ്പൊ ആ ഒരു വ്യക്തി മാത്രമേ ഇവരെ അറ്റാക്ക് ചെയ്യുള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. എന്റെ കാര്യം അങ്ങനെയല്ല. എനിക്ക് 4 സൈഡിൽ നിന്നും അറ്റാക്കാണ്. പക്ഷെ എനിക്കത് വിളിച്ചു പറഞ്ഞ് ഞാൻ ഓക്കെ, എന്നെ ഇങ്ങനെ അവർ ബുദ്ധിമുട്ടിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഞാൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്കെതിരെ ഉണ്ടായ ഇൻജസ്റ്റിസിനെതിരെ ഞാൻ പൊരുതാനായിട്ട് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ അവരെന്നെ എങ്ങനെയൊക്കെ തളർത്താൻ നോക്കിയാലും, അവരെത്ര കൂട്ടമായിട്ട് നിന്ന് ആക്രമിച്ചാലും, ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ബ്രിട്ടീഷുകാർ എത്രയോ നാള് ഏതെല്ലാം കൺട്രീസിനെ ഭരിച്ചിരുന്ന ആളുകളാണ്. ഇപ്പൊ ബ്രിട്ടന്റെ അവസ്ഥ എന്താണ്? ഇപ്പൊ ഒരു സാമ്രാജ്യങ്ങളും ഒരുപാട് നാള് ആർക്കും വെച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കില്ല. ബി ഉണ്ണികൃഷ്ണനെതിരെ, നിർമ്മാതാവ് സുരേഷ് കുമാറിനെതിരെയൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളും പരാതികളുമാണ് സാന്ദ്ര ഉന്നയിച്ചത്. അതിനുശേഷമുള്ള സമയമൊക്കെ എളുപ്പമായിരുന്നു? പേരെടുത്ത് വിമർശിച്ചതിന് ശേഷം ഒരുപാട് ഭീഷണികൾ എനിക്കുണ്ടായി. എനിക്ക് പേരെടുത്ത് വിമർശിക്കാൻ തീരുമാനിച്ചത് തന്നെ അത്രയ്ക്കധികം എന്നെ എന്താ പറയാ, നമ്മളെ ഒരു ഭിത്തിയോട് ചേർത്ത് നിർത്തി ഇനി ഇതിനപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല എന്ന് നമ്മൾ ഫീൽ ചെയ്യില്ല. ആ ഒരു സമയത്താണ് നമ്മൾ ഇന്ന ആളാണ് എന്നെ ഉപദ്രവിക്കുന്നത്, ഇന്ന വ്യക്തിയാണ് എന്ന് ഞാൻ പറയാൻ തീരുമാനിച്ചത് അവിടെയാണ്. ഇപ്പം ഏത് രീതിയിലാണ് എന്നെ ഉപദ്രവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം എനിക്ക് മീഡിയയിൽ കൂടെ പറയാൻ പറ്റില്ല. മാത്രമല്ല, അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഉപദ്രവവും ആയിരിക്കില്ല. എന്റെ വർക്കിനെ എഫക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്റെ മാത്രം എന്റെ ജീവനെ എഫക്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള രീതികളിലാണ് അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. എന്റെ സുഹൃത്ത് വലയങ്ങളിൽ എന്റെ സുഹൃത്തുക്കളെ, എന്റെ വർക്കിനെ, അതിനെയൊക്കെയാണ് അവർ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിനെയും ഇവരാരും നിരസിച്ചില്ലല്ലോ. ഇവരാരും വന്ന് അല്ല സാൻഡ്ര പറഞ്ഞത് ശരിയല്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അവര് പുറത്തു വന്ന് എല്ലാത്തിനും മീഡിയയോട് സംസാരിക്കുന്ന ആൾക്കാരല്ലേ. എന്തുകൊണ്ട് അവര് പുറത്തു വന്ന് ഇല്ല സാൻഡ്ര പറഞ്ഞത് തെറ്റാണ്, ഇന്ന കാരണം കൊണ്ട് തെറ്റാണ് എന്ന് എന്തുകൊണ്ട് അവര് പറഞ്ഞില്ല? ആ പറയാത്തതിന്റെ കാരണം ഇനിയും ഞാൻ പറയുമെന്ന് അവർക്കറിയാം. ഇനിയും അവർക്കറിയാവുന്ന പല രഹസ്യങ്ങളും എനിക്കും അറിയാമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവര് മിണ്ടാത്തത്. ഇതിൽ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നുള്ളൊരു പരാതിയായിരുന്നു സാന്ദ്രയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അതിന് സിനിമാ മേഖലയുടെ ഒരു പിന്തുണ ശരിക്കും കിട്ടിയോ?
പുല്ലപ്പെടിയിൽ അസോസിയേഷൻ്റെ ബിൽഡിങ്ങിൽ CCTVകളുണ്ട്, ചില മുറികളുണ്ട് എന്നുള്ള, അവിടെ എന്താണ് നടക്കുന്നതെന്ന് ആൾക്കാർക്ക് അറിയില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. അത്യന്തം ഗൗരവകരമായിട്ടുള്ള പരാതികളായിരുന്നു. വേണ്ട വിധത്തിലുള്ള ഒരു പിന്തുണ കിട്ടിയോ? തീർച്ചയായിട്ടും അതെ. എന്തുകൊണ്ട് അവരതിനെ ഗൗരവമായിട്ട് എടുത്തില്ല? അല്ലെങ്കിൽ അവര് വരണ്ടേ? അത് ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം അതല്ലേ. അവര് വരണ്ടേ? ഇല്ല, അവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് എന്തുകൊണ്ട് വന്ന് പറയുന്നില്ല? പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഇവരാരും വന്ന് ഒന്നും പറയുന്നില്ലല്ലോ. ഇവരൊക്കെ മീഡിയ കാണുന്ന ആൾക്കാരാണല്ലോ. എന്നിട്ട് അവര് വന്ന് ഇല്ല, അവിടെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? എന്റെ കയ്യിൽ വ്യക്തമായ തെളിവുകൾ ഉള്ളത് കൊണ്ടാണ് ഞാനത് മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞതും. അത് മാത്രമല്ല, ആഹ് അവിടെ എന്ത് നടക്കുന്നു എന്നതിനപ്പുറം ഒരു സ്ത്രീക്ക് ആ അസോസിയേഷനിൽ വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഞാൻ അതിന്റെ ഒരു വിക്ടിമും കൂടെയാണ്. ഞാൻ ഒരു പ്രൊഡ്യൂസറായ, ഒരു നിർമ്മാതാവായ, ഇത്രയും 10-15 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഞാൻ അതിന്റെ ഒരു വിക്ടിമാണ്. അപ്പോ ഒരു സാധാരണ ഒരു സ്ത്രീക്ക്, ഒരു ടെക്നീഷ്യനോ ഒരു ആർട്ടിസ്റ്റിനോ എന്തായിരിക്കും അവിടുത്തെ ഒരു അവസ്ഥ? അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഇത് ഞാൻ പറയുന്നതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. ഒരു 10-15 നിർമ്മാതാക്കൾ ഇങ്ങനെ ചുറ്റും വട്ടം ചുറ്റി ഇരിക്കുകയാണ്. വെള്ളയൊക്കെ ഇട്ട് ഭയങ്കര, നമ്മള് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു സീനാണ്. ഒരു വട്ടം മേശയ്ക്ക് ചുറ്റും ഒരു 10-15 പുരുഷന്മാര് വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ വലിയ ആചാന ബാഹുക്കളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് അതിൽ കൂടുതൽ മെജോറിറ്റിയും നമ്മളെ ഭയപ്പെടുത്തും. ഭയപ്പെടുത്തും എന്ന് പറഞ്ഞാൽ മേശയിൽ അടിക്കും, ബഹളം വെക്കും, ഒച്ച വെക്കും, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. ഇതൊക്കെ കാണുമ്പോൾ ഏതൊരു സ്ത്രീയും ഭയന്നു പോകും. ഞാൻ എത്രയോ വട്ടം ഭയന്ന് എന്റെ കണ്ണ് നിറഞ്ഞു വന്നിരിക്കുന്നു എത്രയോ വട്ടം. എനിക്ക് അവരുടെ മുന്നിലിരുന്ന് കരയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം ഇരുന്ന് കരഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം അതിൽ ഒന്നോ രണ്ടോ ആളുകൾ നമ്മളോട് വന്ന് സ്നേഹം കാണിക്കും. ഈ സ്നേഹം കാണിക്കുന്ന ആളുകളെ വേണം നമ്മൾ ഭയക്കാൻ. ആരും ലൈംഗിക ചൂഷണങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല അവിടെ. അങ്ങനെ കൂടിയാണോ പറയുന്നത്? ഈ സാന്ദ്ര നേരിട്ടത് മെന്റൽ ഹറാസ്മെന്റ് മാത്രമാണ് എന്നാണോ? ഞാൻ പറഞ്ഞ എന്റെ വിഷയം എന്ന് പറയുന്നത് മെന്റൽ ഹറാസ്മെന്റ് ആണ്. എന്നാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് എന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കയറുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഇപ്പം നമ്മള് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് എന്റെയും കൂടെ അസോസിയേഷൻ ആണ്. ഞാൻ അതിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മള് മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയാണ് ഒരു കാര്യം പറയുന്നത് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എന്റെ വിഷയം അല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് അധികം കയറുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായ അനുഭവത്തിനെ ബേസ് ചെയ്തിട്ടേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം എനിക്കുണ്ടായ ദുരനുഭവം മറ്റൊരു സ്ത്രീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ പ്രതികരിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വളരെ വളരെ എവിഡന്റ് ആണ് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അത് എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്തു. ഇതിന് ശേഷവും അതിനെ ഇഗ്നോർ ചെയ്യുക, മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അവരുടെ ചിന്താഗതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് മൈൻഡ് ചെയ്യണ്ട, ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് മൈൻഡ് ചെയ്യണ്ട എന്നുള്ള ഒരു രീതിയിൽ ഇരുന്നപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്. അതായത് ഈ പരാതി ഉന്നയിച്ചതിന് ശേഷം ഈ മിനിറ്റ് വരെയുള്ള സമയം ഭീഷണികളിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ഭീഷണികൾ നേരിടേണ്ടി വന്നു സാന്ദ്രയ്ക്ക്? ഞാൻ ഈ 3 ആഴ്ചയായിട്ടല്ല, അതിനു മുമ്പും ഞാനിത് ഈ ഭീഷണി, അതായത് ഏറ്റവും കൂടുതൽ ഭീഷണി ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്, ഞാനിത് പോലീസിലേക്ക്, അതായത് നിയമ നടപടികളിലേക്ക് പോണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ട്. അപ്പോഴും എനിക്ക് നീതി കിട്ടുന്നില്ല. ഞാൻ ഇവരോട് തന്നെ പറയുന്നുണ്ട്, എനിക്ക് നീതി ലഭിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ എന്നെ ഇഗ്നോർ ചെയ്യരുത്. ഞാൻ പറയുന്ന എനിക്ക് നിങ്ങൾ എന്റെ കാര്യം വിടും. നിങ്ങൾ ഹേമ കമ്മിറ്റി വിഷയത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിങ്ങൾ മറുപടി പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു രീതിയിലും അവര് പ്രതികരിക്കാനും തയ്യാറായില്ല. എന്താ പറയാ, ഇത് ഇഗ്നോർ ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. എനിക്ക് ഇതിൽ കൂടുതൽ പറ്റില്ല. കാര്യം ഞാൻ അനുഭവിക്കുന്ന മെന്റൽ ട്രോമ, ഞാൻ എനിക്ക് 2-3 പ്രാവശ്യം പാനിക് അറ്റാക്ക് വന്നു. എനിക്കത് ഭയങ്കരമായി എന്നെ മെന്റലി അത് എഫക്ട് ചെയ്തു. അപ്പം ഇതിൽ കൂടുതൽ അനുഭവിക്കുന്ന സ്ത്രീകളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പൊ ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഇനി ഇവിടെ സിനിമ ചെയ്യണ്ടേ, ഇനി മലയാള സിനിമയിൽ നിൽക്കണ്ടേ, സാൻഡ്ര എന്ത് ബിസിനസ് ഇനി ചെയ്യും, ഇവർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്താൽ, അല്ല ഞങ്ങൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്താൽ ഇനി ഇവിടെ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ
പിന്നെ ജീവിച്ചിരിക്കണമെന്ന് തോന്നില്ലേ? എല്ലാവരും പ്രബലന്മാരാണ്. എല്ലാവരും പല രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാധീനമുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് അഗെയിൻസ്റ്റ് കൊടുക്കുമ്പോ മറ്റു സ്ത്രീകളുടെ കൂട്ടല്ല. മറ്റു സ്ത്രീകള് ഒരു വ്യക്തിക്ക് അഗെയിൻസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. എന്റേത് അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിനി ഒരിക്കലും ഇവിടെ സിനിമ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് അത് അടിവരയിട്ട് പറയുന്ന രീതിയിൽ എനിക്കിപ്പം ഈ മീഡിയ കൂടെ പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും പലരും വിളിച്ചെന്നെ ഭീഷണിപ്പെടുത്തി. ഏത് ഘട്ടത്തിലാണ് നിയമ പോരാട്ടം ഇപ്പോൾ? ഇപ്പം എസ്ഐടി കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. അപ്പം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആരും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ എന്തൊക്കെ സഹകരിക്കാൻ നിന്നാലും, എത്രയൊക്കെ അവർ ഒറ്റക്കെട്ടായിട്ട് നിന്നാലും സത്യം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ ഡൗട്ടും ഇല്ല. അൾട്ടിമേറ്റ്ലി സത്യമേ വിജയിക്കൂ. എനിക്ക് നടന്നത് സത്യമാണെന്നും എനിക്ക് നടന്നത് എന്റെ ബോധ്യമാണത്. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ വിജയിച്ചു കഴിഞ്ഞു. കാര്യം ഞാൻ അവിടെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചവിടത്ത് തന്നെ ഞാൻ പേഴ്സണലി ഞാൻ വിജയിച്ചു കഴിഞ്ഞു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് എന്നെ പുറത്താക്കിയതിന്റെ കേസ് ഇപ്പൊ ഈ വരുന്ന 30-ാം തീയതിയാണ് കോടതി പരിഗണിക്കുന്നത്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതോടുകൂടി അത് കുറേയൊക്കെ പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ പലരും പരാതികളുമായിട്ട് വരുന്നു, വെളിപ്പെടുത്തലുകൾ നടത്തുന്നു, അത്തരം നിയമ പോരാട്ടങ്ങൾക്ക് ഫലമുണ്ടാകും എന്നൊക്കെ ഒരു പ്രതീക്ഷയാണ് മാധ്യമങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നത്. പക്ഷേ ആരുടെയും അറസ്റ്റ് നടക്കുന്നില്ല, പ്രതികൾ സധൈര്യം വിലസുന്ന ഒരു കാഴ്ച, അവരൊക്കെ വലിയ സിനിമകളുടെ ഭാഗമാകുന്ന ഒരു കാഴ്ച, ഇതൊക്കെ കാണുമ്പോൾ എന്ത് തോന്നും നിങ്ങൾക്കൊക്കെ? വിഷമം എന്നല്ല, എന്താ പറയാ, ഇപ്പൊ എന്റെ അതേ അവസ്ഥയാണ് എനിക്ക് തോന്നുന്നു. ഫെഫ്കെന്നൊക്കെ പരാതി കൊടുത്ത സ്ത്രീകളെല്ലാം പുറത്താക്കൽ നടപടികൾ തുടങ്ങി. അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലാവണില്ല. കാര്യം ഒരു ഇൻജസ്റ്റിസിനെതിരെ നമ്മൾ ശബ്ദമുയർത്തി, ആ ശബ്ദമുയർത്തുന്ന ആളെ അവരെ പുറത്താക്കി മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ ഈ വേട്ടക്കാരുടെ ഒപ്പമാണോ എല്ലാരും നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ മാധ്യമങ്ങൾക്കിപ്പോ ഒരു ആർട്ടിസ്റ്റിന്റെ വിഷയമാണെങ്കിൽ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. ഒരു നടൻ അല്ലെ ഒരു നടിയെ സംബന്ധിച്ച വിഷയമാണെങ്കിൽ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അതായിരിക്കും ജനങ്ങൾക്കും താല്പര്യം ഉണ്ടാവുന്നത്. ഇത് അങ്ങനെയുള്ള ആളുകൾ അല്ലാത്തത് കൊണ്ടായിരിക്കാം അതിലേക്ക് ഒരു അറ്റൻഷൻ വരാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഇവരാരും സെലിബ്രിറ്റീസ് അല്ലല്ലോ. അതുകൊണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുള്ളത്, ഞാൻ പറഞ്ഞത് ആളുകളിലേക്ക് എത്തി. ഞാൻ പറഞ്ഞത് ആളുകളിലേക്ക് എന്റെ ശബ്ദവും കേട്ടു എന്നുള്ളതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് ഇനി മറ്റൊരു വശമുള്ളത്, ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ വളരെ കോൺഫിഡൻഷ്യലായിട്ട് പറഞ്ഞ പേരുകൾ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് FIR ഇടുന്നു, കേസെടുക്കുന്നു എന്നുള്ള പരാതികളും സിനിമാ മേഖലയിലെ പലരും പറയുന്നുണ്ട്. അതായത് ഈ സിനിമയിലെ ശുദ്ധീകരണം അത് പാളുകയാണോ, അത് ശരിയായ തരത്തിലല്ലേ നടക്കുന്നത് എന്നുപോലും ചോദിക്കേണ്ടതായി വരുന്നൊരു സാഹചര്യം മറുവശത്ത് കൂടി ഉണ്ടാകുന്നുണ്ടല്ലോ. ഒരു കേസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു പോക്സോ കേസ് ആണെങ്കിൽ, ആ പോക്സോ കേസ് കേട്ടിട്ട് അയ്യോ മിണ്ടാതിരിക്കാൻ കേൾക്കുന്ന ആൾക്ക്, അതായത് ഒരു നിയമത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരാൾക്ക് അത് കേട്ടിട്ട് മിണ്ടാതിരിക്കാനായിട്ട് സാധിക്കൂ? ഇല്ല. അപ്പൊ അത് നടന്നത് ഒരു ക്രൂവൽറ്റിയാണ്. അത് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതിന് കേസ് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കേസ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഇത് പുറത്തു വരില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോ SIT ആണെങ്കിലും ഈ പറയുന്ന വിക്ടിംസിനെ അപ്രോച്ച് ചെയ്ത് അവർ ഓക്കെ ആണെങ്കിൽ മാത്രമേ കേസ് ഇടുന്നുള്ളൂ എന്നുള്ളതാണ് എന്റെ അറിവ്. ഇനി അല്ലാതെ കേസ് ഇടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. മുന്നോട്ട് വരുന്ന പല പരാതികളും ശരിയല്ല എന്നുള്ളൊരു ആക്ഷേപം സമൂഹ മാധ്യമങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഒരു വശത്ത് പലരും അവനവൻ ഉന്നയിച്ച പരാതികളിൽ നിന്നൊക്കെ പിന്മാറുന്ന പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നു. ചില പരാതികളൊക്കെ തനി വ്യാജമാണെന്ന് വ്യക്തമായിക്കൊണ്ട് പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ചകളും ഉണ്ടാകുന്നു. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വീക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വശത്ത്. അതും ശരിയല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് അത് നമുക്കിപ്പൊ കണ്ണടച്ചിരുട്ടാക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഞാനിവിടെ ആരെയും
കുറ്റം പറയാനോ ഓരോരുത്തർക്കും അവരവരുടേതായ റീസണിങ് ഉണ്ടായിരിക്കാം അങ്ങനെ പറയുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ. സത്യം എന്താണേലും പുറത്ത് വരട്ടെ എന്നുള്ളതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ. ആഹ് ഒ ഒരു ആഹ് മറ്റ് മ നമ്മള് എന്താണെന്നറിയോ? നമ്മൾ ഒരാള് പല ചിലപ്പോ മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കില് പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോ മറ്റ് സ്ത്രീകളും കൂടെയാണ് ക്രൂശിക്കപ്പെടുന്നത് എന്ന് അവരൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഈ പരാതികളൊന്നും ഒരു ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ് പുറത്ത് നടന്ന് ഇത് ഒത്തുതീർപ്പാക്കപ്പെടുന്നേ ഇല്ല എന്നുകൂടിയാണോ? ഇല്ല എന്നുള്ളതാണ് എന്റെ അറിവ്. ബിക്കോസ് പലതും ഈ പറയുന്ന വേട്ടക്കാരായ വ്യക്തികൾ പറഞ്ഞു പരത്തുന്നുണ്ട്. ഞങ്ങൾ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്ന്. എന്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ ഞാൻ കേട്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറയണത്. എന്റെ അടുത്ത് SIT മൊഴിയെടുക്കാനായിട്ട് വന്ന സമയത്ത് അവര് ഫോണില് ഇല്ല, ഇല്ല അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറയുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എനിക്കെന്താ അവരാരോടാ സംസാരിക്കുന്നത് എന്താന്നൊന്നും മനസ്സിലായില്ല. പിന്നെയാണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. എന്താന്ന് വെച്ചാല് വേ വേട്ടക്കാരായ വ്യക്തികൾ തന്നെ പറഞ്ഞു പരത്തുകയാണ്. ഞങ്ങൾ ഇത് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്ന് പറയുമ്പോ ഈ വിക്ടിംസിനെ വീക്ക് ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലും കൂടെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതല്ലാതെ ഒ ഇപ്പൊ നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട് കാണുന്ന വ്യക്തികൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളതെല്ലാം ജെന്യുയിൻ കേസസ് ആണ്. പ്രധാനപ്പെട്ട മുൻനിര അഭിനേത്രിമാരാരും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുകൾ ഇതിനെ തുടർന്നുണ്ടായിട്ടില്ല. ആ, ഇതൊക്കെ പേടിച്ചിട്ടാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുമാർ, ജൂനിയർ താരങ്ങൾ മാത്രമാണോ ഇത്തരം പരാതികളുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്ന് ചോദിച്ചു പോകില്ലേ? തീർച്ചയായിട്ടും അതെ. അതുകൊണ്ട് തന്നെയാണ് ആരും എനിക്ക് പേഴ്സണലി അറിയാവുന്ന എത്രയോ കേസസ് ഉണ്ട്. അവരാരും മുന്നോട്ട് വരുന്നില്ല. ഇതിന്റെ ഒരു ട്രോമ ഭയങ്കരമാണ്. നമ്മൾ ചിന്തിക്കുന്നതിന്റെയൊക്കെ അപ്പുറത്താണ്. ഞാൻ തന്നെ ആലോചിച്ചു. ഇപ്പൊ എനിക്കൊരു ഒരു ഭീകര സെക്ഷൽ അസോൾട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്നിട്ട് പോലും എനിക്ക് നമ്മളിപ്പോ പല പ്രാവശ്യമായിട്ട് ഈ മൊഴി കൊടുക്കേണ്ടി വരുമ്പോ, പലരോടായിട്ട് പല പ്രാവശ്യമായിട്ട് ഈ മൊഴി കൊടുക്കേണ്ടി വരുമ്പോ നമ്മൾ വീണ്ടും ഈ ഇൻസിഡന്റ് റീവിസിറ്റ് ചെയ്യാണ്. അപ്പൊ ഇത് വീണ്ടും റീവിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വിധത്തിൽ റിക്കവർ ചെയ്ത് വന്ന ആ ഇൻസിഡന്റിലേക്ക് വീണ്ടും വീണ്ടും പോകേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ട്രോമ ഭീകരമാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ആളുകളുടെ ജഡ്ജ്മെന്റ്. ആളുകൾ പല രീതിയില് ഇവളങ്ങനെ നടന്നിട്ടാ, അല്ല ഇവളിങ്ങനെ ചെയ്തിട്ടാ, അല്ലെങ്കിൽ അവൾ അങ്ങനെ ഡ്രസ് ചെയ്തിട്ടാ, പിന്നെ എങ്ങനെ ഇത് ചെയ്യാതിരിക്കും, അങ്ങനെയൊക്കെ പല രീതിയിൽ, അല്ലെ കാശിന് വേണ്ടിയിട്ടാ, ഇങ്ങനെ പല രീതിയിൽ ആൾക്കാര് ജഡ്ജ് ചെയ്യുന്നതിനെ ഭയന്നിട്ടും ഒക്കെ ഇതിലൊക്കെ നല്ലത് മിണ്ടാതിരിക്കുന്നതാണല്ലോ എന്ന് വിചാരിക്കും. നിർമ്മാതാവായ സാന്ദ്ര തോമസിന് ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന പുതിയ പെൺകുട്ടികളുടെ സ്ഥിതി എന്തായിരിക്കും? പറയാനുണ്ടോ? പരിതാപകരമല്ലേ? അവരെങ്ങനെ ഫൈറ്റ് ചെയ്യും? എനിക്ക് അറ്റ്‌ലീസ്റ്റ് ഈ പറയുന്ന ഒരു മൈക്കെങ്കിലും കിട്ടുന്നുണ്ട്. അവരെങ്ങനെ ഒരു പുതിയതായിട്ട് വരുന്ന പെൺകുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊരു സോഷ്യൽ മീഡിയ വഴി ചിലപ്പോ ഒരു പോസ്റ്റ് ഇടാൻ പറ്റും. ആ പോസ്റ്റ് എത്ര ദിവസം ആളുകൾ ഡിസ്കസ് ചെയ്യും? അത് ചെയ്താൽ തന്നെ പല രീതിയിലായിരിക്കും ആൾക്കാര് കാണുന്നത്. അതുകൊണ്ട് തന്നെ വന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ എന്നോട് പേഴ്സണലി വിളിച്ച് പലരും എന്നോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചൊക്കെ ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട്. പല സ്ത്രീകളും വിളിക്കുന്നുണ്ട്. അപ്പൊ വിളിച്ച് എനിക്കും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനും പറയട്ടെ എന്ന് പലവട്ടം ചിന്തിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട. ഇപ്പൊ പറയണ്ട. ആഹ് ഇപ്പം ഞാൻ വഴി ഈ പറയുന്ന ആളുകൾക്കൊക്കെ ശിക്ഷ കിട്ടുമെങ്കിൽ അത് അത് കിട്ടട്ടെ. എന്തിനാണ് ഈ പെൺകുട്ടികളും കൂടെ ബലിയാടാവുന്നത്? അതാണ് ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞു. ഇപ്പൊ നമ്മള് തന്നെ പലവട്ടം ഇതിനകത്തൂടെ കടന്നു പോകുമ്പോ എന്തിനാ നമ്മൾ അറിയുന്ന ഒരാളെ കൂടെ ഇതിലേക്ക് വീണ്ടും അത് ഞാനീ പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും നമ്മള് ഒരു ശിക്ഷയാണ് വാങ്ങിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊന്നും ഇവിടെ നടപ്പിലാവില്ല. നടപ്പിലാവില്ല എന്നുള്ളത് മാത്രമല്ല, ഇപ്പം ഇപ്പം മറ്റുള്ളവര് കാണുമ്പോ ഇപ്പൊ ഞാൻ ചിരിച്ച് സന്തോഷിച്ച് നടക്കുന്നതൊക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷെ എന്റെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ട്. എന്റെ എൻ എന്റെ എന്റെ ട്രോമ അതങ്ങനെ തന്നെയാണ്. ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ എന്നെ ഇപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അതങ്ങനെ തന്നെ നിലനിൽക്കാണ്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുന്നു. സിനിമയിൽ സ്ത്രീകൾക്കെതിരെ മാത്രമല്ല പുരുഷന്മാർക്കെതിരെയും ഉണ്ട് ഈ വെട്ടി നിർത്തലുകളും ഒതുക്കലുമെന്ന് സാന്ദ്ര തന്നെ പറഞ്ഞിട്ടുണ്ട് ലിറ്റിൽ ഹാർട്ട്സ്
ഫിയോക്കിന് കൊടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞത് ഷെയ്ൻ നിഗത്തിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷെയ്നെ കുറേ കാലം മാറ്റി നിർത്തിയത് പോലും ആ ഒരു കോക്കസിൻ്റെ ഭാഗമായിട്ട് നടന്ന കാര്യമാണോ? തീർച്ചയായിട്ടും അതെ. എത്രയോ സിനിമകൾ ഇപ്പൊ എന്റെ സിനിമ മാത്രമൊന്നും അല്ല ഇങ്ങനെ ചെയ്തേക്കുന്നേ. ഇപ്പം ഇതൊരു ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എത്രയോ സിനിമകൾ ഇങ്ങനെ ചെയ്തേക്കുന്നു. അവർക്ക് ആരെയെങ്കിലും ശത്രുവായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മള് ചിലപ്പോ സംസാരിക്കുന്നത് ചിലപ്പം ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് അഗെയിൻസ്റ്റ് ആയിരിക്കാം. പക്ഷെ നമുക്ക് പണി വരുന്നത് മറ്റ് സംഘടനകളിൽ നിന്നായിരിക്കും. കാര്യം ഇതൊരു കോക്കസ്, ഒരു നെക്സസ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഒരു 10-15 ആൾക്കാർ, ഇപ്പൊ ഹേമ മാം പറഞ്ഞതുപോലെ ഒരു 10-15 ആൾക്കാർ ഒരു നെക്സസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോ നമുക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല ആർക്ക് അഗെയിൻസ്റ്റ്. അവര് പറയുന്നത് എന്താണോ അത് മിണ്ടാതെ അനുസരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അവര് പറയാണ് ഇന്ന സമയത്ത് പടം ഇറക്കിയാൽ മതി, അപ്പൊ നമുക്ക് അപ്പോഴേ ഇറക്കാൻ പറ്റുള്ളൂ. അവര് പറയാണ് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടുന്ന് ഇത് തരില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഉപസംഘടന പോലെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവിടുന്ന് എന്താണോ പറയുന്നത് അതേപോലെ അനുസരിക്കുന്ന കുഞ്ഞാടുകൾ മാത്രമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ളത്. ശരി, അമ്മ പുനഃസംഘടിപ്പിക്കുന്നു, മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴും അതിലൊരു കാര്യവുമില്ല, ഈ കോക്കസ് തന്നെയാണ് അപ്പോഴും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നാണോ? തീർച്ചയായിട്ടും അതെ. ഇതൊക്കെ അതിന്റെ ഒരു ഭാഗം തന്നെയല്ലേ. ഇപ്പം മീഡിയയിൽ നിൽക്കുന്ന നിങ്ങൾക്കറിയില്ലേ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇത് വെറുതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ ഒരു മാറ്റങ്ങളും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇതുവരെയും സംഭവിച്ചിട്ടില്ല. മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ ഗവൺമെന്റ് ഇതിനകത്ത് ഇടപെടണം. ഗവൺമെന്റ് ഇടപെടണം, അല്ലെങ്കിൽ കോടതി ഇതിനകത്ത് ഇടപെടണം. ഈ രണ്ട് കോടതിയോ ഗവൺമെന്റോ ഇടപെടാതെ ഗവൺമെന്റിൽ നിന്നൊരു വലിയ മാറ്റം ഇവിടെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇവര് ഗവൺമെന്റിൽ തന്നെ വളരെയധികം പിടിപാടുള്ള ആളുകളാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. പെയ്ഡ് സൈബർ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞ പലരുമുണ്ട്. ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് അവരതിൽ കൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നു എന്നുള്ളത്. അങ്ങനത്തെ അനുഭവങ്ങൾ സാന്ദ്രയ്ക്കും ഉണ്ടായിട്ടുണ്ടോ? എനിക്കത് ഏഹ് എനിക്ക് തോന്നുന്നു എനിക്കത് വരാനിരിക്കുന്നതേ ഉള്ളൂ കുറച്ചും കൂടെ. ഞാനത് അത്രയും ഞാൻ അത് അനുഭവിച്ചില്ല. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കരമായി ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്ത്രീകളടക്കമുള്ള ആളുകള് സ്ത്രീകളടക്കം എന്നല്ല, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അപ്പോ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ജനങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടി. ഇനി ആക്ച്വലി അവർക്ക് ഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിന്നിട്ട് ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിയുമ്പോ ഇനിയിപ്പോ പയ്യെ സൈബർ ആക്രമണങ്ങൾ തുടങ്ങും. അത് എന്ന് പറഞ്ഞ കാര്യം, ഇത് പ്രൊഡ്യൂസേഴ്സ് ആണല്ലോ, എല്ലാവരും പ്രൊഡ്യൂസേഴ്സ് ആണ്. ഈ പ്രൊഡ്യൂസേഴ്സ് ആണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അവസാനിപ്പിക്കുമ്പോൾ ചോദിക്കാനുള്ളത്, ഇനി സിനിമ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ടോ എന്നൊക്കെ ഭീഷണി വന്നതാണ്. ഈ വെല്ലുവിളികളെല്ലാം മറികടന്നുകൊണ്ട് ഇനിയും സിനിമ എന്ന മോഹത്തിൽ ഉറച്ചു നിൽക്കുക എളുപ്പമാണോ? ഉറപ്പായിട്ടും ഞാൻ ചെയ്യും. അങ്ങനൊന്നും എന്നെ വീട്ടിലിരുത്താനോ അല്ലെങ്കിൽ സിനിമ ചെയ്യിപ്പിക്കാതിരിക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല. അവര് വിചാരിക്കുന്നത് പോലെ എല്ലാ കാലവും അവരുടെ കയ്യിൽ ഈ അധികാരം ഇരിക്കില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് ഇരുന്ന ഒരു മീറ്റിംഗില് ശ്രീ സുരേഷ് കുമാർ പറഞ്ഞ പോലെ എന്താ നിങ്ങളെയൊക്കെ എഴുന്നള്ളിച്ചോണ്ട് പോകാം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആരും എഴുന്നള്ളിച്ചോണ്ട് വന്ന് സിനിമ ചെയ്തവരല്ല ഞങ്ങള്. ഞങ്ങള് സ്വന്തമായി സിനിമ ചെയ്തു വന്ന ആൾക്കാരാണ്. നിങ്ങളും പ്രൊഡ്യൂസേഴ്സ് ആണ്, ഞങ്ങളും പ്രൊഡ്യൂസേഴ്സ് ആണ്. ഞങ്ങൾ ഇടുന്നതും പൈസയാണ്, നിങ്ങൾ ഇടുന്നതും പൈസയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും സിനിമ ചെയ്യും. എനിക്കിവരാരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ സിനിമ ചെയ്യും. ഇവര് എന്താ ഇപ്പൊ ആർട്ടിസ്റ്റ് സഹകരിച്ചില്ല, അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാൻ ധൈര്യമുള്ള ഒരാളാണ് ഞാൻ. ഞാൻ സിനിമ തന്നെ ചെയ്യും. എന്ന് വെച്ച് ഈ പറയുന്ന ആർട്ടിസ്റ്റോ ടെക്നീഷ്യൻസോ സഹകരിക്കാതിരിക്കും എന്നല്ല ഞാൻ പറയണേ. പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരുമിച്ച് സിനിമ ചെയ്യാമെന്ന് എത്രയോ പേര് എന്നെ വിളിച്ചു പറഞ്ഞു. ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ഒക്കെ. അതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യം കേട്ടോ. ഈ ഫൈറ്റിനിടയിൽ ഒരുപാട് നടന്മാരും ടെക്നീഷ്യൻസും വിളിച്ച് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് സിനിമ ചെയ്യാം, സാൻഡ്രോ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്നുള്ള രീതിയിൽ. അതൊക്കെ നമുക്ക് ധൈര്യം തരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ സിനിമ ചെയ്യും. അത് ആരൊക്കെ എങ്ങനെയൊക്കെ തടയാൻ നോക്കിയാലും ഞാൻ സിനിമ ചെയ്യും. വളരെയധികം നന്ദി സാന്ദ്ര തോമസ്, KT-നൊപ്പം ചേർന്നത്. താങ്ക് യു.